ഹായ് ഫ്രണ്ട്സ്, വിക്രമവേദയുടെ പുതിയ എപ്പിസോഡിലെ വേദ ഹോസ്പിറ്റലിൽ വരികയാണ്. അച്ഛനെ വേദയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും. വേദ എന്നെ വിളിക്കുന്നുണ്ട്. വേദ അടുത്തേക്ക് വരുമ്പോഴായിരിക്കും വിക്രമിനെ കാണുന്നത്. വിക്രമിനെ കാണുമ്പോ ശങ്കരന്റെ മുഖത്ത് അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. വിക്രം ശങ്കരനെ നോക്കുന്നൊന്നുമില്ല. തലതാഴ്ത്തിക്കൊണ്ട് അകത്ത് കയറി ഒരു സൈഡിലേക്ക് നിൽക്കും. അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ട് വരും. അങ്ങനെ വേദ പറയും, വളരെ സീരിയസ് ആയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, പക്ഷെ ഞാൻ എത്തുന്നതിന് മുമ്പ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അല്ലേ ശ്രീയേട്ടാ? ശ്രീ പറയും, ശരിക്കും സംഭവിച്ചത് തന്നെയാണ്. കൊണ്ടുവരുമ്പോ അച്ഛന് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പൊ പറയും, ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരുപാട് ആലോചിച്ചിട്ടാ ഞാൻ വിക്രമിനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ കാരണവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? എന്നിട്ടും പല രീതിയിലും നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കാൻ വിക്രമിനെ വേട്ടയാടാനും ശ്രമിച്ചു. അതെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? രണ്ടു വീട്ടുകാരുടെ സമ്മതത്തോടെ ഒരു വിവാഹം വീണ്ടും നടത്തുന്നു എന്ന് വരുത്തി തീർത്ത് വിവാഹത്തിന് 2 ദിവസം മുമ്പ് ചേട്ടനും അങ്കിളും കൂടെ വിക്രമിനെ കൊന്നുകളയാൻ തീരുമാനിച്ചതല്ലേ? മറന്നിട്ടുണ്ടാവില്ലല്ലോ? അച്ഛനിതെല്ലാം കേട്ടിങ്ങനെ ആകെ വിഷമത്തിൽ നിൽക്കണേ ഇപ്പൊ ശ്രീകാന്തോ. മതി നിർത്ത്, അച്ഛനല്ലാണ്ട് തന്നെ വയ്യാണ്ടിരിക്കുക. നീ വെറുതെ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്. വേദ ശബ്ദം ഉയർത്തിക്കൊണ്ട് ചോദിക്കും, ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ, നിങ്ങൾ കാണിക്കുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല ശ്രീയേട്ടാ. ശങ്കരൻ പറയും, വേദ മോളെ ഞാൻ പറയട്ടെ. വേദ പറയും, വരട്ടെ അച്ഛ. വിക്രം താലിമാല ചാർത്തുന്ന അതേ സമയത്ത് തന്നെ അച്ഛൻ കാല് തെറ്റി വീണ് ആശുപത്രിയിലായി എന്നുള്ള വാർത്ത മണ്ഡപത്തിലുണ്ടായിരുന്ന ദീപ്തി അറിയിച്ചത് വളരെ യാദൃശികം മാത്രമായിരുന്നല്ലേ? ഇങ്ങനെയൊക്കെ വേദ പറയുന്ന നിൽക്കുമ്പോ അച്ഛന് ഭയങ്കര സങ്കടാവും. ശ്രീകാന്ത് ഇവൾ എന്തൊക്കെയാ പറയുന്നത്? വേദ അറിയും, ഞങ്ങളെ പിരിക്കാനായിട്ട് പുതിയ നാടകത്തിന്റെ പുതിയ രംഗാണ് ഇപ്പൊ അരങ്ങേറുന്നതെങ്കിൽ ആ വക നാട്യങ്ങളെ ഒഴിവാക്കിക്കൂടെ അച്ഛാ? ഞാൻ എന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിച്ചോട്ടെ. ആ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങനെ തലയിടാൻ നോക്കുന്നത്? ഇതൊക്കെ ശങ്കരന് ഒരുപാട് സങ്കടമാകുന്നുണ്ട് എന്ന ദേഷ്യവും വരികയാണ്. പിന്നീട് വിക്രമാണെങ്കിൽ വല്ലാത്ത അവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. പെട്ടെന്നായിരിക്കും അവിടെ മെഡിക്കൽ റിപ്പോർട്ട് കാണുന്നത്. വിക്രം അതിങ്ങനെ നോക്കാൻ തുടങ്ങാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, കുറച്ചു മുമ്പ് വരെ അബോധാവസ്ഥയിലായിരുന്നപ്പോ നിന്റെ പേര് വിളിച്ചുകൊണ്ട് കിടന്ന അച്ഛനെയാ. ആ അച്ഛനെ കുറിച്ചാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് ഓർമ്മ വേണം. വേദ പറയുമ്പോ, എന്തൊരു സെന്റിമെന്റൽ ഡ്രാമയാണ് എന്റെ ശ്രീയേട്ട. ആ മെഡിക്കൽ റിപ്പോർട്ട് കാണുന്ന വിക്രം വേദ എന്ന് വിളിക്കുമ്പോൾ വേദ പറയും, നിങ്ങൾ മിണ്ടാതിരിക്കണം, ഇത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ടതാണ്. ശങ്കരൻ പറയും, ഇനി നീയുമായിട്ട് പറഞ്ഞു തീർക്കാനൊന്നുമില്ല, നിനക്ക് പോകാം. വേദ പറയും, പോവാൻ തന്നെയാ വന്നത്. അതിനു മുമ്പ് ഒന്നുകൂടെ പറയട്ടെ, എന്റെ അച്ഛന് കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീട് പെരുമാറുന്ന രീതി എനിക്കറിയാം. അമ്മയും മുത്തശ്ശിയും എങ്ങനെയായിരിക്കും പ്രതികരിക്കാന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ അച്ഛനും ആങ്ങളെയും കൂടെ ഇങ്ങനെ നാടകം കളിക്കേണ്ടതില്ല, മനസ്സിലായല്ലോ? അപ്പൊ ശ്രീ പറയും, ഇങ്ങനെ സംസാരിക്കാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ ശങ്കരൻ പറയും, ഞാനിപ്പോ നിന്നോട് സംസാരിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല, ദയവ് ചെയ്ത് എനിക്ക് ഇത്തിരി സ്വസ്ഥത തരണം. ശ്രീകാന്തേ എന്ന് വിളിക്കുമ്പോ തന്നെ ശ്രീകാന്ത് പറയും, പ്ലീസ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ വേണ്ടി കാണിക്കണേ. അങ്ങനെ വേദ വിക്രമിനോട് പറയും, വരൂ നമുക്ക് പോകാം. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങണേ. അച്ഛാ എന്ന് വിളിച്ച് ശ്രീ ഇങ്ങനെ അച്ഛന്റെ അരികിലിരിക്കും. അച്ഛന് നല്ല സങ്കടമായിട്ടുണ്ട്. ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാല് വിക്രം ചോദിക്കും, നീ ഏത് കോളേജിൽ നിന്നാ നിയമം പഠിച്ചത് വേദാളം? സാമാന്യ ബോധമുള്ള ഒന്ന് നിനക്കുണ്ടോ? വേദയ്ക്കും എന്താ എന്ത് പറ്റി? വിക്രം പറയും, ഉണ്ടായിരുന്നെങ്കിൽ നീ അവിടെ വെച്ച് അങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കില്ല, അത് തന്നെ. അപ്പൊ വേദ പറയും, ഹലോ, എന്റെ വീട്ടുകാരെ കുറിച്ച് എനിക്ക് നിങ്ങളെക്കാളും അറിയാം, അങ്ങനെ കൂടുതൽ ഉപദേശിക്കാനൊന്നും നിൽക്കണ്ട. വിക്രം ചോദിക്കും, ഞാൻ എന്തിനു ഉപദേശിക്കണം? നിന്റെ കൂടെ ആ റൂമിൽ വന്ന് നിന്നല്ല, അതിലേ എനിക്ക് വിഷമമുള്ളൂ. വേദ പറയും, ഹോ, ഈ ഭൂമിയിൽ നിന്നും നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയവരോടും നിങ്ങൾക്ക് സഹതാപം? എടി കഴുതേ, അത് നിന്റെ ചേട്ടൻ, അയാളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാൻ ചെയ്യാം. പക്ഷേ ആ കട്ടിലിൽ കിടക്കുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ, അങ്ങനെ ശരിക്കും അറ്റാക്ക് വന്ന് കിടക്കുകയാണെങ്കിലോ? വേദ പറയും, അങ്ങനെയല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം. വിക്രം പറയും, അത് നിന്റെ മുത്തശ്ശി വിളിച്ച് പറയാത്തോണ്ടുള്ള ഉറപ്പല്ലേ? വേദ പറയും, അതെ അത് തന്നെയാ. എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ? വിക്രം ചോദിക്കും, എന്തിനെ? ഇനിയിപ്പോ നിന്റെ അച്ഛന് അറ്റാക്ക് വന്നാൽ തന്നെ എനിക്കെന്താ? പക്ഷെ അവിടെ മേശപ്പുറത്ത് സ്കാനിങ് നടത്തിയ റിപ്പോർട്ട് ഇരിപ്പുണ്ട്. അത് കേൾക്കുമ്പോ വേദയ്ക്ക് ഒരു പേടി. വിക്രം പറയും, അങ്ങനെ വെറുതെ നാടകം കളിക്കാൻ വന്നവർക്ക് അതെടുക്കേണ്ട ആവശ്യമുണ്ടോ? വേദ പറയും, രാവിലെ ബോധമില്ലാതെ ഗുരുതരമായി കൊണ്ടുവന്ന ഉച്ചയാകുമ്പോഴേക്കും മുറിയിൽ ജ്യൂസും കുടിക്കിരിക്കുന്നത് കണ്ട അതെന്താണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. വിക്രം സാർ വണ്ടി എടുക്ക്, എന്നിട്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്ക്. അങ്ങനെ അവരവിടുന്ന് വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങണേ. ഈ സമയത്തായിരിക്കും അമ്മയും മുത്തശ്ശിയും വർഷയും കൂടെ ഭക്ഷണം കഴിച്ചു വരുന്നത്. ദാ വേദ വിളിക്കമ്മേ. അങ്ങനെ അവര് വേദാന്ന് വിളിക്കുമ്പോഴേക്കും വിക്രം വണ്ടി എടുത്തു. അങ്ങനെ അവരവിടുന്ന് പോകും. വേദമോളെ. അപ്പൊ വർഷ പറയും, അയ്യോ നമ്മളെ കണ്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അവരവിടെ അങ്ങനെ നിൽക്കുക. ഇതേ സമയം അച്ഛനാകട്ടെ സങ്കടത്തിലാണിപ്പോ. ശ്രീ സമാധാനിപ്പിക്കണേ. അച്ഛാ, വേദ പറഞ്ഞു തോർത്ത് അച്ഛൻ വിഷമിക്കരുത്. അവൾ എന്തടിസ്ഥാനത്തിലാ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. അവനോട് ദേഷ്യം ഉണ്ടായിരുന്നു എന്നുള്ള സത്യ. പക്ഷെ അവരൊരു വിധവയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അവനെ ആക്രമിക്കാൻ നോക്കിയത് ഒരു ഗുണ്ടയാണച്ചാ, അഭിലാഷ് എന്ന അവന്റെ പേര്. അവര് തമ്മിലുള്ള കുടിപ്പകയ്ക്ക് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? അച്ഛൻ ഞാൻ പറയുന്നത് വിശ്വസിക്കണം. എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അമ്മയും മുത്തശ്ശിയും വർഷയും കൂടെ അങ്ങോട്ട് വരുന്നത്. ശങ്കര, വേദ നിന്നെ കാണാൻ വന്നല്ലേ? പോകുമ്പോ നിങ്ങൾ കണ്ടു, വിളിച്ചിട്ട് അവള് കേട്ടില്ല. പത്മം പറയും, എന്തായാലും അവള് വന്നല്ലോ.
ശങ്കരേട്ടന് സമാധാനായില്ലേ? അപ്പോ അതിനുത്തരം പറയുന്നത് ശ്രീകാന്താണ്. ആ, വലിയ സമാധാനായി. ഇതിലും ഭേദം അവൾ വരാതിരിക്കുന്നതായിരുന്നു നല്ലത്. മുത്തശ്ശിക്ക് നീ എന്ത് വർത്താനാ പറയുന്നത്? അവൾ വന്നതിൽ എന്ത് തെറ്റാ? അപ്പൊ ശ്രീ പറയും, വന്നതല്ല തെറ്റ്, വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളില്ല. എന്താ ഇവിടെ ഉണ്ടായത്? വർഷ പറയും, ആ വിക്രം എന്തെങ്കിലും പറഞ്ഞാണല്ലേ? ശ്രീ പറയും, അവനൊന്നും മിണ്ടിയില്ല. പക്ഷെ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അവൻ പഠിപ്പിച്ചു കൊടുത്തത് അവൾ ഇവിടെ അച്ഛന്റെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോ മുത്തശ്ശിയും അമ്മയും ചോദിക്കും, എന്താ ഇവിടെ ഉണ്ടായത്? അവള് വന്ന് എന്ത് പറഞ്ഞിട്ട് പോയെന്നാ? അച്ഛൻ നാടകം കളിച്ചതാണെന്ന്, അവനെയും അവളെയും പിടിക്കാനുള്ള അച്ഛന്റെ അടവാണെന്ന്. മുത്തശ്ശിയും എന്തൊക്കെയാ ശ്രീകാന്ത് പറയുന്നത്? അപ്പൊ ശ്രീ പറയും, ഞാൻ നുണ പറയാണെന്നോ? എന്നാ പിന്നെ അച്ഛനോട് ചോദിച്ചു നോക്ക്. മുത്തശ്ശി പറയും, അവളൊന്നും പറയില്ല, അവൾ എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് പറഞ്ഞതായിരിക്കും. നീ ആ ഫോണിൽ തന്നെ, ഞാൻ അവളെ വിളിക്കാം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ ശങ്കരൻ വേണ്ടെന്ന് പറയും. ആരെയും വിളിക്കണ്ട ശങ്കര. അപ്പൊ ശങ്കരൻ പറയും, പറയുന്നത് കേട്ടാ മതി, എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് എഴുതി വാങ്ങിക്കും ശ്രീകാന്ത്. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം. എന്താ പറഞ്ഞ കേട്ടില്ലേ? ശ്രീ അപ്പം പോവാം എന്ന് പറഞ്ഞേ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിക്കാനായിട്ട് പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വേദം കൂടെ വീട്ടിൽ തിരികെയാണ്. നന്ദിനി മുന്നിൽ തന്നെ ഉണ്ട്. ഇതെന്താ പോയതുപോലെ തിരിച്ചെത്തിയോ? തന്തയ്ക്കൊന്നും പറ്റിയില്ലേ? അല്ല വേദ, അച്ഛൻ എങ്ങനെയുണ്ട്? വേദ പറയും, അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു, നല്ല ഉഷാറായിട്ട് എന്ന് പറഞ്ഞ് വേദ ചിരിച്ചോണ്ട് അകത്തേക്ക് പോകും. വിക്രം വരുമ്പോ വിക്രം ചോദിക്കും, എന്താടാ അവൾക്ക് വട്ടാണ്ട് നന്ദിനിയെടുത്തി എന്ന് പറഞ്ഞ് വിക്രം അകത്തേക്ക് പോകും. നന്ദിനിക്കൊന്നും മനസ്സിലായില്ല, പിന്നാലെ പോകുന്നുണ്ട്. ശേഷം പിന്നീട് വേദ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അമ്മ അപ്പോ മോള് വന്നോ? എങ്ങനെയുണ്ട് അച്ഛനെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മ, ഒരു കുഴപ്പമില്ല. അപ്പോഴേക്കും അല്ല മോളെ, അപ്പൊ ബോധം ഇല്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞത്? വേദ പറയും, എനിക്ക് പോകുമ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ഞാൻ പോകുമ്പോഴേ പറഞ്ഞതല്ലേ. വിക്രം പറയും, ഇവൾക്ക് ഭ്രാന്താണമ്മേ, അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക. വേദ പറയും, അവിടെ ഉണ്ടായതുകൊണ്ടാണല്ലോ പോയത്. അമല പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ അമ്മേ, അച്ഛനൊരു അസുഖം വന്നാല് അമ്മ അവിടെ ഉണ്ടാവാതിരിക്കോ? മുത്തശ്ശി ഉണ്ടാവാതിരിക്കോ? ശ്രീയേട്ടൻ എന്താ പറഞ്ഞത്? എല്ലാവരും കൂടെ പെട്ടെന്ന് കൊണ്ടുവന്നു, അതുകൊണ്ട് ആരും ഫോൺ എടുത്തില്ലാന്ന് അല്ലേ? എന്നിട്ട് അവരെ കണ്ടോ? ഇല്ലല്ലോ. അപ്പൊ വിക്രം പറയും, അതിന് നീ അവരെവിടെയാന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. വേദ പറയും, ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവരെവിടെയാന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കറിയാം, അവര് വീട്ടിലാണ്. അമ്മയ്ക്കും എന്നിട്ട് എന്താ ഉണ്ടായെന്ന് പറ. വിക്രം പറയും, എന്തുണ്ടാവാൻ, അവൾ അവിടെ ചെന്നിട്ട് മേലാൽ ഇമ്മാതിരി നാടകം കളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. ഇത് കേൾക്കുന്ന കമലം വല്ലാണ്ടങ്ങ് ഞെട്ടിപ്പോകും. നന്ദിനി പറയും, ആഹാ കൊള്ളാലോ. അപ്പോഴും വേദ പറയും, ഇത് അച്ഛനും ചേട്ടനും കൂടെ നടത്തിയ നാടകമാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ. വിക്രം പറയും, ഇവൾക്കൊരു ചുക്കും അറിയില്ല, അങ്ങനെ അവിടെ അറ്റാക്കും കഴിഞ്ഞു കിടക്കുക. ആ മേശപ്പുറത്ത് സ്കാനിംഗ് റിപ്പോർട്ടൊക്കെ ഞാൻ കണ്ടതാ. അപ്പോഴും വേദ പറയും, എന്റെ വീട്ടുകാരെ എന്നേക്കാൾ കൂടുതൽ വിക്രമിനെ അറിയില്ലല്ലോ. നന്ദിനി പറയും, അപ്പൊ നീ പറയുന്നത് എന്താ? നിന്നെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛൻ അങ്ങനെ ഒരു നാടകം കളിച്ചെന്നാണോ? അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ വേദ? വേദ പറയും, എന്റെ ഏട്ടൻ ചെയ്യും. എന്തൊക്കെയാണ് എന്റെ ചേട്ടൻ ചെയ്തതെന്ന് അറിയാലോ. വിക്രം പറയും, നിന്റെ അച്ഛൻ അസുഖം വന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആ കിടപ്പ് കാണുമ്പോ അത് വെറുതെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കമല പറയും, അതേ മോളെ, മുത്തശ്ശി അമ്മയും വേറെ എവിടേക്കെങ്കിലും പോയതാണെങ്കിലോ? ശ്രീചരിത്യം പറയും, അതേ വേദ, അസുഖം ഭേദമായെന്ന് തോന്നിയപ്പോ അവർ വീട്ടിലേക്ക് പോയതാണെങ്കിലോ? ഈ സമയം വേദ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട്. കോള് പോകുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അപ്പൊ വേദയ്ക്ക് ടെൻഷനാവും. മുത്തശ്ശി ഫോൺ എടുക്കുന്നില്ല. നന്ദിനി പറയും, അപ്പൊ നിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ അവര് ഫോൺ എടുക്കാതെ ഹോസ്പിറ്റലിലേക്ക് പോയത് തന്നെ ആയിരിക്കും. കമല പറയും, മോള് വിചാരിച്ചതുപോലെ ഇത് നിന്നെ അങ്ങോട്ട് വരുത്താനായിട്ട് അവര് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. വേദയ്ക്ക് ഇപ്പൊ ചെറിയൊരു പേടിയുണ്ട്. നന്ദിനി പറയും, തെറ്റുമല്ലോ, ഈ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നിട്ടിപ്പോ എന്തായി? വലിയ ബുദ്ധി കാണിച്ചിട്ട് സ്വന്തം അച്ഛൻ വരെ കള്ളം കാണിക്കുകയാണെന്ന് പറയാൻ തോന്നിയില്ലേ നിനക്ക്? ഈ ഗുരുത്വം എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല, അതുകൾക്ക് തൊട്ട് തീണ്ടിയിട്ടില്ലെന്നേ ഇനിയെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത്. ഇന്ന് അച്ഛന്റെ അസുഖത്തെ തള്ളി പറഞ്ഞവള് നാളെ അമ്മായിയമ്മനെ അമ്മായിച്ചനും വരെ തള്ളി പറയില്ലാന്ന് തോന്നുന്നുണ്ട്. വേദയ്ക്ക് ദേഷ്യം വരും. നന്ദിനി പറയും, പുകഴ്ത്തിക്കോ, എല്ലാരും മനോളം പുകഴ്ത്തിക്കോ. ഉയരം കൂടുമ്പോഴേ വീഴ്ചയുടെ ആഘാതം കൂടുള്ളൂന്ന് വിനേട്ടൻ എപ്പോഴും പറയാറുണ്ട്. വീഴട്ടെ, അപ്പൊ പഠിക്കും എല്ലാവരും എന്ന് പറഞ്ഞ് നന്ദിനി അവിടുന്ന് പോകും. ഇപ്പൊ വേദ ആകെ സങ്കടത്തിലും ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. വിക്രമും ഒന്നും മിണ്ടാതെ പോവാണേ. അതുപോലെ ശ്രീചേർത്തിയും അമ്മയുടെ പണിയും ചെയ്യും. ശേഷം പിന്നീട് കാണിക്കുന്നത് ശങ്കരൻ വീട്ടിലേക്ക് വരണേ. വന്ന ഉടൻ തന്നെ ദീപ്തി കരഞ്ഞോണ്ട് ഓടി വരും. എന്ത് പറ്റിയച്ചാ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അവര് അകത്തേക്ക് പോവാണേ. അങ്ങനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറയുമ്പോ അച്ഛൻ പറയും, ഒന്നും വേണ്ട. ദീപ്തി ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ പറയും, ദീപ്തി നീ ഇപ്പൊ ഇനി ഒന്നും അച്ഛനോട് ചോദിക്കാൻ നിൽക്കണ്ട. ദീപ്തി പറയും, ഞാൻ വേദേച്ചിയെ വിളിച്ചിരുന്നോ? വേദേച്ചി വന്നിരുന്നു അച്ഛാ. ഇത് കേൾക്കുമ്പോ തന്നെ അച്ഛനൊന്നും മിണ്ടുന്നില്ല. ശ്രീ വന്നിട്ട് പറയും, നീ എന്തിനാ അവളെ വിളിച്ചെല്ലാം പറയുന്നത്? അവള് വന്നിട്ട് ഇനി പറയാനൊന്നുമില്ല. അത് കേട്ടിട്ട് അച്ഛൻ അറ്റാക്ക് വരാതിരുന്നത് ഭാഗ്യം. മുത്തശ്ശി പറയും, അവളെന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ശ്രീകാന്തെ, അല്ലെങ്കിൽ വേദ അങ്ങനെയൊന്നും പറയില്ല, നമുക്കറിയാത്ത കുട്ടിയാണ് അവളെ. വർഷ പറയും, ഇത്രയോടെ സംഭവിച്ചിട്ടും മുത്തശ്ശി എന്തിനാ അവളെ ന്യായീകരിക്കുന്നത്? മുത്തശ്ശി പറയും, ഞാൻ ന്യായീകരിക്കുന്നതല്ല വർഷേ, അവൾക്ക് അങ്ങനെ എന്തോ പൊട്ടത്തരം തോന്നി, അത് അവൾ ഒളിച്ചു വെച്ചില്ലല്ലോ, അവളത് നേരിട്ട് ചോദിക്കല്ലേ ചെയ്തോളൂ. ശ്രീ പറയും, തോന്നുന്ന പൊട്ടത്തരങ്ങളൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും ആരോട് ചോദിക്കാന്നാണോ? അത് അച്ഛനെ വീണ്ടും ബാധിച്ചിരുന്നെങ്കിലോ? മുത്തശ്ശി
മകനാണ്. അവൾക്ക് അവളുടെ അച്ഛന്റെ ആരോഗ്യം പ്രാധാന്യമായി തോന്നിയില്ല. പക്ഷേ മുത്തശ്ശിക്ക് എങ്ങനെയാണോ? മുത്തശ്ശി പറയും, വെറുതെ സംസാരിച്ച് ഒരു കാര്യത്തെ വലുതാക്കി വഷളാക്കണോ ശ്രീകാന്ത്? നാളെ അവളെ കാര്യം മനസ്സിലാക്കി തെറ്റ് സമ്മതിച്ചാൽ കഴിഞ്ഞില്ല കാര്യം. വർഷം എന്ത് തെറ്റാ മുത്തശ്ശി അവൾ ഇന്ന് വരെ സമ്മതിച്ചു തന്നിട്ടുള്ളത്? അതിനുത്തരം പറ ആദ്യം. അപ്പോ ദീപ്തിക്കും എന്താ അവിടെ ഉണ്ടായത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രീ പറയും, നീ വിളിച്ചിട്ട് അവള് വന്നില്ലല്ലോ. അച്ഛനാണെങ്കിൽ അവളുടെ പേരിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എന്നാ കുറച്ചു കഴിഞ്ഞ് ഞാൻ വിളിച്ചു, അങ്ങനെ അവള് വന്നു. എന്നിട്ട് അവള് വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? അവളെ അവളുടെ ഭർത്താവിനെ അകറ്റാൻ വേണ്ടിയിട്ട് അച്ഛൻ കളിക്കുന്ന നാടകമാണ് ഇതെന്നൊക്കെ. അത് അവളുടെ അടുത്ത് ചെലവാകാൻ പോകുന്നില്ലെന്നേ. അപ്പോ അച്ഛൻ പറയും, മതി ശ്രീകാന്തേ, ഇനി അത് ആവർത്തിക്കണ്ട. ദീപ്തി അങ്ങ് ഞെട്ടും. ചേച്ചി അങ്ങനെ പറഞ്ഞു? അച്ഛൻ പറയും, മതി എന്ന് പറഞ്ഞില്ലേ ദീപ്തി, ഇനി ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും അവളെ വിളിക്കാനോ സംസാരിക്കാനോ നിൽക്കരുത്. പത്മം, എനിക്കൊന്ന് കിടക്കണം, മുറിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ അമ്മയുടെ പത്മത്തിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് പോവാണേ. ഈ സമയം സ്റ്റെയർ കയറുമ്പോഴായിരിക്കും പണ്ട് ദീപ്തി എടുത്തൊരു ഫോട്ടോ ഉണ്ടല്ലോ, ശങ്കരനും വേദയും കൂടെ വക്കീൽ കോട്ടൊക്കെ ഇട്ടിട്ടുള്ള, അതവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ഇങ്ങനെ നോക്കി പൊട്ടിക്കറിയും. ശേഷം ആ ഫോട്ടോ എടുത്ത് താഴെ എറിഞ്ഞു പൊട്ടിച്ച് കരഞ്ഞുകൊണ്ടാണ്, അത്രയും സങ്കടത്തിലാണ് ശങ്കരൻ മുകളിലേക്ക് പോകുന്നത്. ശങ്കരന്റെ ഈ ഒരവസ്ഥ കാണുമ്പോ അവിടെയുള്ള എല്ലാവർക്കും വളരെ അധികം സങ്കടാവുന്നുണ്ട്. ശ്രീപരം കണ്ടില്ലേ, ഇങ്ങനെ തകർന്ന ആ മനുഷ്യനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. നമ്മുടെ മുന്നില് അഭിമാനം ഉയർത്തിപ്പിടിക്കാനായിട്ട് ഇതുവരെ എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കായിരുന്നു. മുത്തശ്ശിനെയും കൊച്ചുമോളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കൂടി അച്ഛനെ ഇല്ലാതാക്കാൻ മതി എന്ന് പറഞ്ഞ ശ്രീ ആയിരുന്നു പോകും. വർഷം ദീപ്തി പറയും, ചേച്ചിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മുത്തശ്ശി, ചേച്ചി ചെയ്തത് കഷ്ടമായിപ്പോയി, അതിനുള്ളത് ചേച്ചി തന്നെ അനുഭവിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞ് ദീപ്തി ആയിരുന്നു പോവാ. ശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ കമലം അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും വേദയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. മുത്തശ്ശിയാണ് വിളിക്കുന്നത്. ആ കോള് കട്ടാവും. വീണ്ടും കോള് വരുമ്പോ അമ്മ ഇങ്ങനെ, വേദ മോളെ ഫോൺ ബെല്ലടിക്കുന്നു എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടും വേദ വരുന്നില്ല. അപ്പോ അമ്മ തന്നെ ആ കോൾ എടുക്കും. സാവിത്രിയമ്മ മോള് പോരും, കൊടുക്കാവേ. അപ്പൊ മുത്തശ്ശി പറയും, കമലെ എന്ന് വിളിച്ച് കറിയണേ. എന്ത് പറ്റി സാവിത്രിയമ്മേ, എന്താ? എല്ലാം അവസാനിച്ചു കമലെ. ഈ രണ്ടു കുടുംബവും സ്നേഹത്തോടെ ഇരിക്കണം. വിക്രമും വേദയും ഒന്നാവണമെന്ന് കരുതി നമ്മൾ നടത്തിയ പ്രാർത്ഥനയും വഴിപാടുകളും എല്ലാം പാഴായി. എല്ലാം എന്റെ മോള് തന്നെ കളഞ്ഞു കുടിച്ചു. എന്താ സാവിത്രിയമ്മേ, എന്തു പറ്റി എന്നൊക്കെയുമ്പോ മുത്തശ്ശി കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോയിലുള്ളത് വേദ സത്യങ്ങളെല്ലാം അറിഞ്ഞ് തിരികെ വീട്ടിലേക്ക് ചെന്നിരിക്കുക. എല്ലാവരും പുറത്തേക്ക് വരും. അച്ഛൻ പറയും, ഈ വീട്ടിലൊരു ശുദ്ധികലശം നടത്തണേ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ ഒക്കെ എറിഞ്ഞൊടിക്കണേ വേദയുടെ മുന്നിലിട്ട് തന്നെ. ഇനി ഈ വീട്ടിൽ നിന്ന് പോയവരാരും ഇങ്ങോട്ട് വരണമെന്നില്ല എന്ന് പറഞ്ഞ് അച്ഛനകത്തേക്ക് കയറിപ്പോവാണേ. അങ്ങനെ വേദയെ അവിടുന്ന് വീണ്ടും ശ്രീകാന്തും വർഷയും കൂടെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുമ്പോ വേദ പറയും, വിക്രമിനെതിരെ ചെയ്തു കൂട്ടിയതെല്ലാം ഞാൻ ഈ മുറ്റത്ത് നിന്ന് വിളിച്ചു പറയണോ ശ്രീയേട്ട? അതിൽ വർഷം ഡി എന്ന് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങണേ. അപ്പോഴേക്കും മുത്തശ്ശി പറയും, ഇവൾ ഇവിടെ വന്നത് ശങ്കറിനോട് മാപ്പ് ചോദിക്കാനാണെങ്കിൽ അത് നടന്നിരിക്കും എന്ന് പറഞ്ഞ് വേദയുടെ കൈപിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതൊക്കെയാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. ശേഷം തിരികെ വീട്ടിലെത്തി വേദ ഇങ്ങനെ കരയുമ്പോ വിക്രം അടുത്തിങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്